ഒരിക്കൽ ഒരു ഗ്രാമത്തിലൂടെ ഒരു പിതാവും തന്റെ ഇളയ പൈതലും കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ ആ മകൻ പിതാവിനോട് ഇങ്ങനെ ചോദിച്ചു, ഡാഡി, ദേ ആ വീട്ടിൽ കാണുന്ന ഒരു നക്ഷത്രം, അതെന്താണ് ആ ഒരു നക്ഷത്രം അവിടെ തൂക്കിയിരിക്കുന്നത്? ആ പിതാവ് മകനോട് ഇങ്ങനെ പറഞ്ഞു, മകനെ, ഈ വീട്ടിലെ ഒരു മകനെ ഈ രാജ്യത്തെ സേവിക്കുന്നതിനു വേണ്ടി പട്ടാളത്തിലേക്ക് കൊടുക്കുകയുണ്ടായി. ആ മകൻ മരിച്ചുപോയി. അതിന്റെ ഒരു നന്ദി സൂചകമായിട്ടാണ്, അതിന്റെ ഒരു ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടിയാണ് ഒരു നക്ഷത്രം ആ വീട്ടിൽ തൂക്കിയിട്ടിരിക്കുന്നത്. അവരിങ്ങനെ നടന്നു മുന്നോട്ട് പോയപ്പോൾ മറ്റൊരു വീട്ടിൽ 2 നക്ഷത്രം തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടു. ആ മകൻ പിന്നെയും ചോദിച്ചു, ഡാഡി, എന്തിനാണ് ഈ 2 നക്ഷത്രം ഇവിടെ തൂക്കിയിട്ടിരിക്കുന്നത്? അപ്പോൾ ആ പിതാവ് പിന്നെയും പറഞ്ഞു, മകനെ, ഈ വീട്ടിൽ 2 മക്കളുണ്ടായിരുന്നു. ആ 2 മക്കളെയും ദേശത്തിന് വേണ്ടി കൊടുത്തു. ദേശത്തെ സേവിക്കുന്നതിനു വേണ്ടി പട്ടാളത്തിലേക്ക് അയച്ചു. പക്ഷേ കഴിഞ്ഞ യുദ്ധത്തിൽ ആ 2 മക്കളും മരിച്ചുപോയി. അവർ ഇങ്ങനെ മുന്നോട്ട് നടന്നു. സന്ധ്യയായി. ആ പൈതൽ ആകാശത്തേക്ക് നോക്കിയപ്പോൾ 100 കണക്കിന് നക്ഷത്രങ്ങൾ അനന്തവിഹായുസിൽ ആകാശത്തിൽ തനിക്ക് കാണാനായിട്ടിടയായി തീർന്നു. താൻ പെട്ടെന്ന് ഡാഡിയെടുത്ത് പറഞ്ഞു, ഡാഡി, എന്താണ് ഈ ആകാശത്തിൽ ഇത്രയധികം നക്ഷത്രങ്ങൾ? ആ പിതാവിന് മകനോട് എന്താണ് പറയേണ്ടതെന്നറിയത്തില്ല. എങ്കിലും പെട്ടെന്ന് ആ പിതാവിന്റെ മനസ്സിൽ ഒരാശയം ഇങ്ങനെ അങ്കുരിച്ചു. മോനെ, അത് എന്താണെന്നറിയാമോ? സ്വർഗസ്ഥനായ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലെ കോടിക്കണക്കിന് പാപികളായ മാനവജാതിക്കു വേണ്ടി കാൽവറി ക്രൂശിൽ തന്നതിന്റെ സന്തോഷവും നന്ദി സൂചകവുമായിട്ടാണ് ആ നക്ഷത്രങ്ങൾ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ മാലാഖമാർ ഇങ്ങനെ പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം. അതെന്തായിരുന്നു? യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കാൾ തന്റെ മരണം കൊണ്ട് അനേകരെ നീതിയിലേക്ക് നടത്തുവാൻ, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ, നിത്യ സൗഭാഗ്യം തരുവാൻ ആ മരണത്തിന് ഇടയായി തീർന്നു. യേശുക്രിസ്തുവിന്റെ ചങ്കിലെ ചോര, പരിപാവനമായ നിസ്തുല്യമായ ആ പുണ്യാഹരക്തം എന്റെയും നിങ്ങളുടെയും പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. ആ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനും നിത്യജീവനുണ്ട്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമോ? രക്ഷ നിങ്ങൾക്ക് നേടാൻ ഇടയായി തീരും. യേശുവിനോട് ഏറ്റുപറയുക, ഞാനൊരു പാപിയാണ്. എന്റെ പാപത്തിനു വേണ്ടിയാണല്ലോ അങ്ങെനിക്ക് വേണ്ടി മരിച്ചത്. അങ്ങിൽ ഞാൻ വിശ്വസിക്കുന്നു, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു, അങ്ങയെ ഞാൻ എന്റെ കർത്താവും രക്ഷിതാവുമായിട്ട് ഞാൻ അംഗീകരിക്കുന്നു. അങ്ങനെയൊരു പ്രാർത്ഥന നിങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രക്ഷയുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.